ഉരുൾപൊട്ടലിലെ പ്രഭവകേന്ദ്രമായ പുഞ്ചിരിമട്ടത്ത് ഇനിയൊന്നും തന്നെ അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് ദുരന്തചിത്രം വ്യക്തമാക്കുന്ന പ്രഭവകേന്ദ്രത്തിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വയനാട്ടിൽ വലിയ ദുരന്തം വിതച്ച ഉരുൾപൊട്ടലിൻ്റെ പ്രഭവകേന്ദ്രം ഇന്നലെ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചതാണ്. ഈ ഹെലിക്യാം ദൃശ്യങ്ങൾ, ആകാശ ദൃശ്യങ്ങൾ വഴി എവിടെ നിന്നാണ് ഈ ഉരുൾപൊട്ടൽ തുടങ്ങിയത് എന്ന് കാണിച്ചു തരികയാണ് ഞങ്ങൾ. ഞാൻ നിൽക്കുന്നത് പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന പ്രദേശം, അതായത് ഈ ഉരുൾപൊട്ടൽ തുടങ്ങിയതിൻ്റെ തൊട്ട് താഴെ വീടുകളുള്ള ആദ്യ പ്രദേശമാണ് പുഞ്ചിരിമട്ടം. നിറയെ കോടമഞ്ഞുകൾ നിറഞ്ഞ മനോഹരമായ ഒരു കുന്നിൻപുറമായിരുന്നു ഈ പുഞ്ചിരിമട്ടത്തിൻ്റെ മുകളിലുള്ള വെള്ളരിപ്പാറ. ആ വെള്ളരിപ്പാറയിൽ നിന്നാണ് വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായത്. അതിനടുത്തേക്കുള്ള ദൃശ്യങ്ങളിലേക്കാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. ഏറ്റവും മനോഹരമായ ഒരു പ്രദേശം, വലിയ തേയിലത്തോട്ടങ്ങളും അതിനിടയിലൂടെ മനോഹരിയായി ഒഴുകുന്ന ഒരു തോടും, അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു ദുരന്തം ഈ നാടിനെ തേടി എത്തുമെന്ന്. അന്ന് രാത്രി ഏതാണ്ട് 1 മണിക്ക് ശേഷമാണ് വലിയ തോതിലുള്ള കല്ലും മണ്ണും ചെളിയും മരങ്ങളും സഹിതം താഴേക്ക് ഒഴുകി വന്നത്. നമ്മുടെ ഹെലിക്യാം ആകാശ ദൃശ്യങ്ങൾ അതിൻ്റെ ഉറവിടത്തെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഏതാനും നിമിഷത്തിനകം ഈ ഉരുൾപൊട്ടൽ തുടങ്ങിയ ഭാഗത്തേക്ക് നമ്മുടെ ക്യാമറ എത്തും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിറയെ കോടമഞ്ഞാണ്. അവ്യക്തതകൾ ഉണ്ടാകും കാണുന്നതിന്. ഏതാണ്ട് ഈ ഭാഗം ഇവിടെ ഒരു ചെറിയ നീർച്ചാല് മാത്രമായിരുന്നു. അവിടെ വലിയ ദുരന്തം കാണാനില്ല. താഴേക്ക് ക്യാമറ വരുമ്പോൾ പ്രേക്ഷകർ ഇതൊന്ന് കാണുക, എത്രമാത്രം ഭീകരമായി തുടങ്ങിയെന്ന്. കല്ലും ചെളിയും മരങ്ങളും വന്നു തുടങ്ങി. ആയില്ല, താഴേക്ക് വരുംതോറും ഇതിൻ്റെ അളവ് കൂടിക്കൂടി വരികയാണ്. താഴേക്ക് വരുംതോറും കൂടുതൽ കല്ലുകൾ കണ്ടു തുടങ്ങി, കൂടുതൽ മണ്ണുകൾ കണ്ടു തുടങ്ങി. ഇതിൻ്റെ 2 വശവും ഇടിച്ചിടിച്ച് താഴേക്ക് വരുന്നതായി കാണാം. ഇതിൻ്റെ തൊട്ട് താഴേക്ക് നമ്മൾ വരികയാണ്. ഉരുൾപൊട്ടലുണ്ടായ വഴികളിലൂടെ ഞങ്ങളുടെ ആകാശ ദൃശ്യം പകർത്തുന്ന ക്യാമറ കടന്നു വരികയാണ്. ഇതിൻ്റെ തൊട്ട് താഴെയുള്ള പുഞ്ചിരിമട്ടം എന്ന പ്രദേശം. പുഞ്ചിരിമട്ടം എന്ന പ്രദേശത്തേക്കാണ് ഞങ്ങൾ പ്രേക്ഷകരെ എത്തിക്കുന്നത്. ഈ വലിയ കുന്നിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വരികയാണ്. ഒരു വലിയ സ്ഫോടനം പോലെ, ഒരു വലിയ ശബ്ദമായി ഇങ്ങനെ ആർത്തുലച്ച് ഒരു രാത്രി ഇങ്ങോട്ടേക്ക് കടന്നു വരികയായിരുന്നു. നിരവധി മനുഷ്യരാണ് ഇതിൽ ഇല്ലാതായത്. അങ്ങനെ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന പുഞ്ചിരിമട്ടം എന്ന ഈ പ്രദേശം പൂർണ്ണമായി നാമാവശേഷമാവുകയായിരുന്നു. ഈ പ്രദേശത്ത് ഏതാണ്ട് 30-ലേറെ വീടുകളുണ്ട്. അതിലിപ്പോൾ ഇവിടെ കാണുന്നത് 10-ൽ താഴെ വീടുകൾ മാത്രമാണ്. അതിൽ പല വീടുകൾക്ക് മുന്നിലും ചെളിയുണ്ട്, കല്ലുകളുണ്ട്, മറ്റ് കൂമ്പാരങ്ങളുണ്ട്. ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ബാക്കിയുള്ള വീട്ടിനുള്ളിൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഈ വീട്ടിൻ്റെ സിറ്റ് ഔട്ടിൽ തന്നെ കാത്തിരിക്കുന്നത് വലിയ മരക്കഷ്ണമാണ്, വലിയ കല്ലിൻ്റെ കഷ്ണമാണ്. ഈ ചളി അപ്പാടെ ഈ വീടിനെ വിഴുങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ വീട് പൂർണ്ണമായി നഷ്ടപ്പെടാത്തതിനാൽ ഇതിലുള്ളവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. പക്ഷേ ഇവിടെയുള്ള മറ്റ് വീടുകളിലേക്ക് നമുക്ക് പോകാം. ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ 2 വീടുകൾ കാണുക. ഏതാണ്ടെന്നല്ല, പൂർണ്ണമായി ഇത് ഇല്ലാതായിരിക്കുന്നു. ഈ വീടിൻ്റെ ഒരു കോൺക്രീറ്റ് സ്ലാബ് മാത്രമാണ് ഉള്ളത്. ഇതിനുള്ളിലും മനുഷ്യരുണ്ട്, തീർന്നില്ല. ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ഈ വീട് നോക്കുക, ഇതിനകത്തും മനുഷ്യരുണ്ട്. ഇന്നലെ രക്ഷാപ്രവർത്തകർ അവർ പരമാവധി കൈകൊണ്ടാവുന്ന വിധമെല്ലാം നോക്കി. ഇവിടെ നിന്ന് ഈ സ്ലാബിൻ്റെ ഭാഗം അടിച്ച് തകർത്ത് അകത്തേക്ക് നോക്കി. അപ്പോൾ കാണുന്ന കാഴ്ച വലിയ മരങ്ങളും കൂറ്റൻ പാറക്കല്ലുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ മുകളിലേക്ക് പോയാൽ ഇവിടെ ഇന്നലെ കൂറ്റൻ ചുറ്റിക കൊണ്ട് ഈ സ്ലാബ് അടർത്തി മാറ്റി ഇതിനുള്ളിൽ ആളുകളുണ്ടോ എന്ന് നോക്കാനുള്ള ഒരു ശ്രമം നടത്തി, പറ്റിയില്ല. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഞങ്ങളിവിടെ ആദ്യമായി എത്തിയത്.
അപ്പോൾ രക്ഷാപ്രവർത്തകർ പോലും എത്തുന്നതേയുള്ളൂ. ഇപ്പോഴും ഒരു JCBയോ ഒരു ഹിറ്റാച്ചിയോ ഒന്നും ഇവിടെ എത്തിയില്ല. എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിയാൽ മാത്രമേ ആ രീതിയിലുള്ള തെരച്ചിൽ നടത്താൻ കഴിയൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ ഈ പാറക്കൂട്ടങ്ങൾ കാണുന്ന ഇടത്തെല്ലാം നിറയെ വീടുകളായിരുന്നു. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. ആ തെരച്ചിൽ നടക്കുന്ന ഭാഗത്തേക്ക് ക്യാമറ പോയാൽ അറിയാം, അവിടെ ഒരു കുളമായിരുന്നു. ആ കുളത്തിൽ ശരീരങ്ങളുണ്ട് എന്ന ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പരിശോധന തുടരുന്നത്. ഇന്ന് രാവിലെ മുതലാണ് കാര്യമായ രക്ഷാപ്രവർത്തനം ഇവിടെ ഉള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ കൂടെ ഒരു മനുഷ്യനുണ്ട്. പേര് ജോസഫ് എന്നാണ്. ജോസഫിൻ്റെ ഭാര്യ സഹോദരൻ്റെ വീട് നിൽക്കുന്ന ഇടത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ജോസഫിൻ്റെ വീട്, ജോസഫിൻ്റെ അളിയൻ്റെ വീട് ഇന്ന് കാണാനില്ല. ആ വീടിൻ്റെ മുകളിൽ ഇത് സിറ്റ് ഔട്ട് ആയിരിക്കുമല്ലേ? സിറ്റ് ഔട്ടിൻ്റെ മുകളിലാണ് ജോസഫ് കയറി നിൽക്കുന്നത്. എന്താണ് അന്ന് സംഭവിച്ചത്? അന്ന് രാത്രി 1 മണിക്ക് ഒരു വലിയൊരു സൗണ്ട് ഇവിടെ ശബ്ദം കേട്ട് നിസ്സാരമായി വെള്ളം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവർ ഇന്ന് സംഭവിക്കില്ല എന്ന്. രണ്ടാമത്തെ പൊട്ടി ഒരു ഇറങ്ങി പുറത്തേക്ക് ഓടാൻ നിൽക്കുമ്പോഴത്തേനും വെള്ളം വന്ന് അവരെ മറിച്ച് ഈ കൊക്കയിലേക്ക് മാറ്റിയെന്നാണ്. ഈ പ്രദേശത്ത് എത്ര വീടുകളുണ്ടാകെ? ഏകദേശം കൃത്യമായി കണക്കറിയില്ല, ഒരുപാട് വീടുകളുണ്ട്. ഒരു 30-ലേറെ വീടുകളുണ്ട്. അതിനുള്ളിലൊക്കെ ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന എത്ര പേര് ഇവിടെ മിസ്സായിട്ടുണ്ട്? ഇപ്പം അറിയാവുന്ന എനിക്ക് ഇവർ രണ്ടുപേരെ അറിയുള്ളൂ മിസ്സായിട്ടില്ല. അടുത്ത വീടുകളിലും അവരെവിടെ ക്യാമ്പിലോ അവിടെയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ കുളത്തിലാണ് തെരച്ചിൽ നടത്തുന്നത്. എന്താ ഇവിടെ തെരച്ചിൽ നടത്താനുള്ള ഒരു കാരണം? ഈ ഭാഗത്തുനിന്ന് അങ്ങോട്ടെല്ലാം ഒഴുകി പോയിരിക്കുന്നത്. ജോസഫാണ് സംസാരിച്ചത്. ജോസഫിൻ്റെ അളിയൻ്റെ വീടാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇന്ന് പക്ഷേ ഇവിടെ ഒന്നുമില്ല. ജോസഫിനെ പോലെ ഒരുപാട് മനുഷ്യർ അവരുടെ പ്രിയപ്പെട്ടവരെ തേടി ഇവിടെ ഇങ്ങനെ നടക്കുകയാണ്. രക്ഷാപ്രവർത്തകർ കൂട്ടത്തോടെ ഇങ്ങോട്ടേക്ക് എത്തുന്നു. ഞാൻ നേരത്തെ കാണിച്ചതുപോലെ കുളത്തിൽ തിരച്ചിൽ നടത്തുന്നു. കൂടുതൽ രക്ഷാസേനാംഗങ്ങൾ ഇതുവഴി കടന്നു വരുന്നു. കയ്യിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച്, അവരുടെ മനുഷ്യോദ്ധാനം ഉപയോഗിച്ചാണ് ഇവിടെ എവിടെയെങ്കിലും മനുഷ്യ ശരീരങ്ങൾ ഉണ്ടോ എന്ന തെരച്ചിൽ അവർ നടത്തുന്നത്. അല്പസമയത്തിനകം കരസേനയുടെയും NDRFിൻ്റെയും എല്ലാം നേതൃത്വത്തിൽ എത്രയും പെട്ടെന്ന് മറ്റ് സജ്ജീകരണങ്ങൾ, ഹിറ്റാച്ചിയും JCBകളും ഇങ്ങോട്ടേക്ക് വരും എന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ മാത്രമേ പുഞ്ചിരി മട്ടത്തെ ഈ ഒരു തിരച്ചിൽ പൂർണ്ണമാക്കാൻ കഴിയൂ. നമ്മുടെ ഈ ആകാശ ദൃശ്യം പകർത്തുന്ന ഈ ഭാഗത്തെല്ലാം വീടുകൾ ഉണ്ടായിരുന്നു. ഇന്നെല്ലാം വെറും മണൽ കൂമ്പാരങ്ങളായി. അതിൻ്റെ മുകളിൽ പേടിപ്പെടുത്തുന്ന വലിയ കല്ലുകളും, അതായത് ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രഭവ കേന്ദ്രം വെള്ളരിപ്പാറയിൽ നിന്ന് തുടങ്ങി ആദ്യത്തെ ആഘാതമേൽപ്പിച്ച പുഞ്ചിരിമുട്ടത്തെ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് റിപ്പോർട്ടർ എത്തിക്കുന്നത്. പുഞ്ചിരിമറ്റത്തു നിന്നുള്ള വിവരങ്ങൾ ആണ് ഇപ്പോൾ പ്രസാദ് നൽകിയത്. പുഞ്ചിരിമറ്റം ഇവിടെ ജനവാസ മേഖലയാകരുത് എന്നുള്ള നിർദ്ദേശം വളരെ മുൻപ് തന്നെ നൽകിയിരുന്നതാണ്. ഇവിടേക്ക് ആളുകൾ താമസിക്കരുത് എന്ന്. ഇവിടെയാണ് ദുരന്തത്തിൻ്റെ തുടക്കം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അപ്പോഴും അവിടെ 20 കുടുംബങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മേഖല ജനവാസ മേഖലയാക്കാൻ പറ്റിയ സ്ഥലമല്ല എന്ന മുന്നറിയിപ്പുകൾ അവഗണിക്കപ്പെടുന്നതാണ് ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതെന്നൊരു സാഹചര്യം കേരളത്തെ സംബന്ധിച്ചുണ്ട്. ഇനി ഇതിന്മേലൊക്കെ കൂടുതൽ ആലോചനകൾ, ഗൗരവത്തിലുള്ള ആലോചനകളിലേക്ക് കടക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഈ മുണ്ടക്കൈ മേഖല, പുഞ്ചിരിമറ്റം മേഖലകൾ ഇനി ഒരു ജനവാസ മേഖലയായി ഇനി മാറിക്കൂടാ, ഇനിയും പുനരവതരിച്ചുകൂടാ എന്നുള്ളതാണ് നമുക്ക് പ്രകൃതി നൽകിയിരിക്കുന്ന പാഠം.